നമുക്കൊരു അടിപൊളി വിഭവം ഉണ്ടാക്കിയാലോ. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രാമ്പു, പട്ട, അതുപോലെ തന്നെ കുറച്ച് ജാതിക്ക ഇതെല്ലാം കൂടി ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് മതി. ഗരം മസാലയൊന്നും ഇല്ലെങ്കിൽ കോഴി മസാല ഇട്ടാലും മതി, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് മാക്രോണിയും കൂടി ചേർത്ത് ഇതുപോലെ വഴറ്റി വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് അരി, എന്തരിയാണോ നമ്മൾ ഇടാൻ പോകുന്നത് അരി ആവശ്യത്തിന് ഇട്ടേക്കുക. എന്നിട്ട് അതിൽ പാകത്തിന് വെള്ളം ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കംപ്ലീറ്റ് വേണമെന്നില്ല, ഓഫ് ചെയ്തിട്ട് തുറന്ന് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള വിഭവം കേട്ടോ. നമ്മൾ ഈ മാക്രോണിയൊക്കെ കടിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്